അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ എല്ലാവരും കണ്ടിട്ട് കുറച്ച് ദിവസമായി, 2 ദിവസമായി കണ്ടിട്ട്. മഴയൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് ഉണ്ടല്ലോ ചെറിയ ജലദോഷം കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ നാരങ്ങ, അതെ തന്നെ, അതായത് നമ്മുടെ നാടൻ സാധനമാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളൊരു അച്ചാർ അതിന് എങ്ങനെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം, അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതുണ്ടല്ലോ നമുക്കൊന്ന് ചെറുതായിട്ട് ഇനി മുറിച്ചെടുക്കണം. നമ്മൾ മറ്റേ ഈ എന്തോ വലിയ നാരങ്ങയൊക്കെ മുറിക്കത്തില്ലേ, ആ രീതിയിലോ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യം അനുസരിച്ച് ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കും. നമ്മള് കഴുകിയിട്ട് ഒന്ന് ഒരു വെള്ളമയൊക്കെ ഒന്ന് തുടച്ച് മാറ്റി വെച്ചിട്ട് മുറിച്ച് തുടങ്ങണം. അത് തന്നെ വെള്ളമയം ഒട്ടും ഇല്ലാതിരിക്കുന്ന ഏറ്റവും നല്ലത്. ഇപ്പം നന്നായിട്ട് മറ്റേ ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും വെച്ച് നന്നായിട്ട് ആ വെള്ളമൊക്കെ കളഞ്ഞിട്ട് അപ്പം ഇത് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. നമ്മളപ്പോൾ നമ്മുടെ നാരങ്ങ മുഴുവൻ ഒരു മീഡിയം സൈസിൽ നമ്മൾ മുറിച്ച് എല്ലാം റെഡിയാക്കി കുരുവൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുരു നമ്മളെടുത്ത് കളയണം കേട്ടോ, അല്ലെങ്കിൽ ആണല്ലോ ഒരു കൈപ്പുരു വരും നമ്മൾ അച്ചാർ കഴിക്കും. അപ്പം നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ഉപ്പിട്ട് ഉപ്പ് പുരട്ടി വെക്കണം. ഒന്ന് ഈ ഉപ്പുണ്ടല്ലോ നമുക്കൊന്ന് നന്നായിട്ട് ഇതിലൊന്ന് ഇങ്ങനെ ഇളക്കി ഒന്ന് പിടിപ്പിച്ച് വെക്കണം ഒരു 10-15 മിനിറ്റ്. ഇത് ഇവിടെ ഉപ്പ് പിടിച്ചിരിക്കുന്ന സമയത്തില് നമുക്ക് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ റെഡിയാക്കി എടുക്കാം. നമ്മുടെ സമയം പോകത്തില്ല, ഇതിന്റെ ഉപ്പ് അവിടെ സെറ്റ് ആയിട്ടിരിക്കും. പിന്നെ ഒരു കാര്യം കൂടെ, ഈ നാരങ്ങ അച്ചാർ ഏത് അച്ചാറാണെങ്കിലും കൊള്ളാം, നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് കഴിയുന്നതും സ്റ്റീൽ പാത്രമോ അല്ലെങ്കിൽ മറ്റേ അലുമിനിയം പാത്രങ്ങളോ അത് തന്നെ ഇരുമ്പ് ചട്ടികൾ ഇതൊക്കെ ഒഴിവാക്കിയിട്ട്, ചീനച്ചട്ടിയാണെങ്കിൽ കുഴപ്പമില്ല, ഇരുമ്പ് ചട്ടി ഇതുണ്ടല്ലോ ഇരുമ്പിന്റെ ചട്ടി അതെടുക്കരുത്. ഗ്ലാസിന്റെ പാത്രമോ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും നല്ലത്. അപ്പൊ ഇനി ഇത് പിടിക്കണ്ട, ആ നേരത്തിന് നമുക്ക് നമ്മുടെ വെളുത്തുള്ളിയും നമ്മുടെ ഇഞ്ചിയൊക്കെ ഒന്ന് ഒരുക്കി റെഡിയാക്കി എടുക്കാം. അപ്പൊ ഇത് ഉപ്പ് പിടിച്ച് നല്ല അടിപൊളിയായിട്ടോണ്ട് ഇരിക്കുകയും ചെയ്യും. നമ്മുടെ നാരങ്ങയൊക്കെ നന്നായിട്ട് ഉപ്പെല്ലാം പിടിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ആ സമയം കൊണ്ട് നമ്മൾ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കാര്യങ്ങളെല്ലാം റെഡിയാക്കിയത് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മളിത് വെള്ള അച്ചാർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു മഞ്ഞ കളർന്ന ഒരു അച്ചാറല്ലേ, അതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഈ ഓണത്തിനൊക്കെ ചെയ്തില്ലേ, മറ്റേ അതുപോലെ തന്നെ കല്യാണ സദ്യക്കൊക്കെ കിട്ടുന്ന ആ ഒരു രീതിയിലാണ് സാധാരണ ഇടുന്ന റെഡ് കളറിലെ അല്ല. അപ്പൊ നമ്മൾ ഇതിന് കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്, വലിയ എരിയില്ലാത്ത പച്ചമുളകാണ്. പിന്നെ നമ്മുടെ കറിവേപ്പില, ഇഞ്ചി, പിന്നെ നമ്മുടെ വെളുത്തുള്ളി, ഒരു തുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെറുതായിട്ട് മുറിച്ചാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് ഒരു കൽച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. കൽച്ചട്ടിക്കകത്ത് നമ്മൾ എണ്ണ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഉലുവ ഇട്ട് കൊടുക്കാവേ. അച്ചാറിൽ ഉലുവ ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉള്ളു. അപ്പൊ ഉലുവ പൊടി വേണേലും ഉപയോഗിക്കാവേ. പൊടി ഇടുമ്പോ അവസാനം ഇടണം, അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഉലുവ ആകുമ്പോൾ നമുക്ക് നേരത്തെ തന്നെ ഇടാം. പിന്നെ അതിന്റെ കൂടെ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് വേണം, നമുക്കിനി കടുക് ഇട്ട് കൊടുക്കാം. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ നമ്മുടെ വറ്റൽമുളക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കൽച്ചട്ടി ആയതുകൊണ്ട് അത് നമുക്ക് ഇത് ഇച്ചിരി നേരം എടുക്കുന്നത് ആയി വരാനായിട്ട്. അപ്പോൾ അത് ഈ അവിടെ കിടന്ന് ആവട്ടെ. നമ്മളപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പച്ചമുളക് എടുത്തിട്ടുണ്ട്, എന്നാൽ തന്നെ 3 വറ്റൽമുളക് കൂടെ എടുക്കുന്നുണ്ട്. അപ്പം നമുക്കിത് ചെറിയ പീസുകളാക്കി നമുക്ക് ഇട്ട് കൊടുക്കാം. 3-4 പീസുകളാക്കി ഇടാവേ. കടുകും ഉലുവായും നമ്മുടെ മുളകൊക്കെ നന്നായിട്ട് മൂത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ബാക്കി സാധനങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാവേ. അപ്പം ശ്രദ്ധിച്ചോണം, മറ്റേ എണ്ണക്കകത്തോട്ട് ഇടുമ്പോഴേ തെറിക്കാൻ സാധ്യതയുണ്ട്, കാത്തിട്ടാ മതി, കാത്ത് സൂക്ഷിച്ചിടണം. ഇനി നമുക്ക് വെളുത്തുള്ളി ഒന്ന് ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാവേ. ഈ അച്ചാറായതുകൊണ്ടേ ഇതൊരു 3-4 ദിവസം കഴിയുമ്പോഴായിരിക്കും മാത്രമല്ല നമ്മൾ ഈ എടുത്തിരിക്കുന്ന നാരങ്ങ ആണെങ്കിലുണ്ടല്ലോ അത്യാവശ്യം കട്ടിയുള്ള തോടുള്ള നമ്മുടെ ഒടിച്ചുകുത്തി നാരകമെന്ന് പറഞ്ഞില്ലേ, അത് നാടൻ. അപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്തിട്ടുണ്ട്. കുറച്ച് വെച്ചേക്കാവേ. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാവേ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തേക്കണേ. ഒത്തിരി വഴലൊന്നും വേണ്ട, ഒരു മീഡിയം രീതിയിൽ വഴന്നിരിക്കുകയാണ്. ഇനി നമുക്ക് കറിവേപ്പില ഇടുമ്പോഴത്തേക്കാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. വലിയ കുഴപ്പമില്ലാതെ നമ്മൾ നേരത്തെ തന്നെ കഴുകി അതിൻ്റെ വെള്ളമെല്ലാം
ശകലം തോർത്തി വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഏകദേശം നമ്മുടെ പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാവേ. ഒരു നിറത്തിനും. ഇതിനൊരു നമ്മൾ വെള്ള നാരങ്ങ അച്ചാർ എന്ന് പറഞ്ഞാൽ പോലെ ഉണ്ടല്ലോ, അതിന് ചെറിയൊരു മഞ്ഞ കളർ ചെറുതായിട്ട്, വലിയ ഒരു കളർ വെച്ചിട്ട് എന്താ പറയുക ചെറിയ മഞ്ഞപ്പൊടിയുടെ ആ ഒരു പച്ചമണം ഒന്ന് മാറുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണയിലേക്ക് ആയതുണ്ടല്ലോ വേഗം തന്നെ അതിന്റെ പച്ചമണം മാറും. അപ്പൊ നമ്മളിത് ഏകദേശം ഒരു 3/4 മണിക്കൂറോളം തന്നെ ഉപ്പ് പുരട്ടി വെച്ചിരുന്ന നാരങ്ങയാണ്. അപ്പൊ നമുക്കത് ചെറുതായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ ഒടിച്ചൂത്തി നാരങ്ങ നമുക്ക് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന നാരകത്തിന്റെ എല്ലാ പരിപാടിക്കും ഉപയോഗിക്കാം. കുറച്ച് വലിപ്പം കൂടുതലാണ് നമ്മുടെ സാധാരണ ചെറുനാരകത്തിനേക്കാളും സ്വല്പം വലിപ്പം കൂടുതലാണ്. അപ്പോഴേ നമ്മൾ നേരത്തെ ഉപ്പിട്ടായിരുന്നു, എന്നാൽ പോലും ഈ കറിക്ക് ആവശ്യമായിട്ട് കുറച്ചുകൂടി ഉപ്പ് വേണ്ടി വരും. ആ ഒരു മണം വരുന്നുണ്ട്. ഇത് നമ്മൾ സാധാരണ ഓണക്കാലത്താണ് വെള്ള നാരങ്ങ ഓണസദ്യക്ക് ഒരു ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു വിഭവമാണ് നമ്മുടെ. അത് നമ്മുടെ മറ്റേ വലിയ നാരങ്ങ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വലിയ നാരങ്ങ വെച്ചിട്ട് കറി നാരങ്ങ എന്ന് പറഞ്ഞിട്ട് ഓണ സീസൺ ആകുമ്പോഴത്തേക്കും കിട്ടത്തുള്ളത് നമുക്കിവിടെ കിട്ടും കേട്ടോ. നമ്മുടെ മലയാളി കടയിൽ കരനാരങ്ങ ഓണം ആകുമ്പോൾ കിട്ടും. ഇതൊരു 5 മിനിറ്റിൽ നിന്ന് വേണ്ട, ഒത്തിരി വേണ്ട, ഒരു 5 മിനിറ്റ് ആവി കയറുമ്പോഴത്തേക്ക് സംഭവം റെഡി ആവും. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പരിപാടികളൊക്കെ നോക്കാം. ഉപ്പും പൊടിയൊക്കെ നോക്കാം. ഉപ്പും പുളി നോക്കണം, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് സാധനം കൂടെ ചേർക്കാനുണ്ട്. അപ്പൊ അതൊന്ന് ഒരു 5 മിനിറ്റ് അവിടെ നിന്ന് ഇരിക്കട്ടെ. അപ്പം കച്ചണ്ടി ആയതുകൊണ്ട് നല്ല ചൂടായിരിക്കും കേട്ടോ. ഒന്ന് അടച്ചു വെക്കാം. സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട്, സെറ്റ് ആയിട്ടുണ്ട് ചേട്ടാ. ഇതിൽ കൂടുതൽ വേഗം ഒന്നും വേണ്ട കേട്ടോ. ഇതിന് ഇരുന്ന് ഇതിന്റെ അകത്തുനിന്ന് ഉപ്പും പുളിയും എല്ലാം പിടിക്കണം. അതായത് 2 ദിവസം വേണം. എന്തായാലും നമ്മളെ തീ അങ്ങ് നിർത്തിയേ. ഇനി നമുക്ക് കായപ്പൊടിയാണ് ഇത്. അച്ചാറിന്റെ കായപ്പൊടി ഏറ്റവും അവസാനം ഇട്ടല്ലോ, അതിന്റെ ആ ഒരു രുചി മുമ്പ് നിൽക്കത്തുള്ളൂ. അതിന്റെ കൂടെ തന്നെ നമ്മുടെ സുർക്ക, വിനാഗിരി. ഇങ്ങനെയൊക്കെ അത്യാവശ്യം പുളിയുണ്ട് എങ്കിലും ഉണ്ടല്ലോ, ഇത് നമുക്ക് കുറച്ച് ദിവസം ഇരിക്കേണ്ടത് ചീത്തയൊക്കെ പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വിനാഗിരി ചേർക്കുന്നത്. അപ്പം നമ്മൾ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഇരുന്നൊന്ന് നന്നായിട്ട് തണുക്കണം. തണുത്ത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ അതിൻ്റെ ആ ഉപ്പും പുളിയും കാര്യങ്ങളും എല്ലാം അതിലോട്ട് നന്നായിട്ട് അങ്ങ് പിടിക്കും. ഒരു ദിവസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. എത്ര ദിവസം ഇരിക്കുന്നു അത്ര നന്നാവും. അതാണ് അച്ചാറുകളുടെ ഒരു പ്രത്യേകത. പിന്നെ നന്നായിട്ട് തണുത്തിട്ട് വേണം നമുക്കിത് നല്ല കുപ്പിക്കകത്തോ കണ്ടെയ്നറിനകത്തോ നമുക്ക് അടച്ചു വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും. പിന്നെ എന്തെങ്കിലും നമുക്കൊരു പേടി പോലെ തോന്നുന്നുണ്ടെങ്കിൽ വല്ല വെള്ളത്തിൻ്റെ അംശം വന്നിട്ടുണ്ടെന്നൊരു പേടി ഉണ്ടെങ്കിൽ ഫ്രിഡ്ജ് വെച്ചേക്കുക. അവിടെ ഒരു പ്രശ്നമില്ല. സ്പൂണൊക്കെ ആണെങ്കിലും ഉണങ്ങിയത് മാത്രം ഇടുക. അപ്പോൾ നമ്മുടെ അച്ചാറ്, നമ്മുടെ ഒടിച്ചൂത്തി നാരങ്ങ, നാടൻ നാരങ്ങ അച്ചാർ നമ്മുടെ റെഡി ആയിട്ടുണ്ട് സംഭവം. അപ്പോൾ എന്തായാലും നമുക്ക് ഉപ്പ് വെക്കണമല്ലോ. സ്റ്റീലല്ലേ? ജസ്റ്റ് നോക്കിയാൽ മതി നമുക്ക്. അതിൻ്റെ നീരെടുത്ത് നോക്കിയാൽ ഉപ്പ് വേണോ? കുഴപ്പമില്ല, ഉപ്പ് കറക്റ്റാണ്. അടിപൊളിയായിട്ടുണ്ട്. ആ ഗ്രേവിക്ക് എല്ലാം വരുന്നിട്ടുണ്ട്. പക്ഷേ നാരങ്ങയ്ക്കും ഉപ്പ് നമ്മൾ നേരത്തെ വരട്ടി വെച്ചുകൊണ്ട് ഉപ്പ് പിടിച്ചിട്ടുണ്ടോ, നമ്മൾക്ക് എടുത്ത് നോക്കിയില്ലത്. ഗ്രേവി ഓക്കെയാണ്. അപ്പം ഈ ഇതുപോലെ നമ്മുടെ ഇത് പറയുന്നത് ഒഴിച്ചുകൂത്തി നാടൻ നാരങ്ങ കിട്ടുവാണെങ്കിൽ ഇതുപോലെ അച്ചാറിട്ട് നമുക്ക് സംഭവം സൂപ്പറാണ്. ഉണ്ടാ അടിപൊളിയായിട്ടുള്ള സാധനം. അപ്പം എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ അച്ചാർ പിന്നെ നമ്മുടെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇനിയും വീഡിയോ മുടങ്ങാന്നുണ്ടാവും. കുറച്ച് ദിവസം ചെറിയ ജലദോഷവും പനിയൊക്കെ ആയിരുന്നു. അപ്പം മാറി വരുന്നേ ഉള്ളൂ, മഴയൊക്കെ അല്ല ഇതായിരുന്നു. അപ്പം ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണൊക്കെ ഓൺ ചെയ്ത് വെച്ചിട്ട് പിന്നെ ഇതിനെ പറ്റിയുള്ള ഒരു അഭിപ്രായവും അതിൻ്റെ നിർദ്ദേശവും എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻ്റായിട്ടൊക്കെ ഇടുക. അപ്പം നല്ല അടിപൊളി നാരങ്ങ ചെറുതായിട്ട് എല്ലാവർക്കും ബൈ. I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.